ഓ നിന്നെയാണോ? അകത്ത് കണ്ടില്ലേ ഒരെണ്ണം പോത്തുപോലെ കിടന്നുറങ്ങി. മണി 7 ഇവർക്കൊന്നും എഴുന്നേൽക്കാനായില്ല. പിന്നെ എന്താണ് കുഞ്ഞമ്മേ കാപ്പി ഇത്രയും താമസിച്ചത്? ഓ എന്നാ പറയാനാ, ഇവിടുത്തെ ഭരണക്കാരി ഉണ്ടല്ലോ നമ്മുടെ മരുമോള്, അവൾ അടുക്കളയിൽ നിന്നും മാറാതെ എനിക്ക് അങ്ങോട്ട് കയറി കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ? അതെന്താടി അങ്ങനെ? ഓ നമുക്കൊക്കെ വൃത്തി പോരാ, വെടുപ്പ് പോരാ, പാശം പോരാ. പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നിനക്കൊരു ചുരിദാറിട്ട് നിന്നൂടി. അല്ല ഞാൻ ഓർക്കുമായിരുന്നു, ഒരു കാലത്ത് ഈ കരയിലെ പെണ്ണുങ്ങളുടെ എല്ലാം കൊച്ചമ്മ ആയിരുന്നവളാണോ ഈ പറയുന്നത്? ഓ ഇത് പറയുന്ന കേട്ടാ തോന്നും നിങ്ങൾക്ക് ഇവിടെ വലിയ വിലയാന്ന്. ചിലപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തോ ഒരു പ്രതാപത്തിൽ കഴിഞ്ഞ മനുഷ്യനാ, ഇപ്പോൾ കാശിന് വിലയില്ല. ശരി മരുമക്കൾ വന്ന് കേറിയ പിന്നെ ഇങ്ങിരിക്കാ കുഞ്ഞമ്മേ. സ്വോത്രം, എനിക്കെന്താണ് ഷുഗറിന്റെ അസുഖമുണ്ട്? ആ എന്നാ പറ്റി? ഇതിന് മധുരമില്ലല്ലോ. ഓ അതാണ്, ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ മധുരം ഒന്നും കാണത്തില്ല. അതെന്താണ് അങ്ങനെ? നിങ്ങൾ കട്ടൻ കപ്പി കുടിച്ചാൽ മതി. ഓഹോ, എന്നാ പിന്നെ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം നമ്മുടെ മോനോട് തന്നെ ചോദിക്കാം. ക്ലാരേ, മോളെ ക്ലാരേ. നമ്മുടെ മോനെ വിളിക്കുന്നതിന് പകരം അവളെ വിളിക്കുന്നത് എന്തിനാ? എടി അവളെ വിളിച്ചാ മതി, അവൻ അവളുടെ പിന്നാലെ വന്നോളൂ. നിനക്ക് സ്വന്തമായി നടക്കാൻ ത്രാണിയില്ലേടാ, അവളെ പിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നവനാണോടാ? എന്നോട് ചോദിക്കാതെ അവരോട് ചോദിക്കും. കൂടുതൽ നിനക്ക് ശരീരം ഉണ്ടല്ലോ, എന്നിട്ട് എല്ലാത്തിനും നിനക്ക് ഭാര്യയുടെ താങ്ങ് വേണോ? നിനക്ക് സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ലേ? സ്വന്തം അഭിപ്രായം ഉണ്ടല്ലോ. എന്റെ അഭിപ്രായത്തിലല്ലേ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. അതെന്തായാലും എന്റെ മോന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താണ് ചേച്ചി? ഓ ഇവന്നൊന്നുമില്ല. അതുപോട്ടെ, എടാ നിന്റെ ഭാര്യക്ക് എന്താ ഞങ്ങളോട് ഇത്തരം വേർതിരിവ്? അതെ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്
കേട്ടിട്ടുണ്ട് ഇവിടെ കിടന്ന ഹല്ലേലൂയ സ്തോത്രം ഒന്ന് വിളിച്ചു പോയല്ലേന്ന്. അയൽവക്കത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എടി അത് പിന്നെ നമ്മുടെ അപ്പച്ചൻ ഒരു പഴയ വിശ്വാസിയല്ലേ? അതുകൊണ്ട് ഈ സിറ്റൗട്ടിൽ ഇരുന്ന് കൂവണോന്ന്? വേണ്ട കൂവരുത്. പതുക്കെ ഒക്കെ വേണേ സ്തോത്രം അല്ലെങ്കിലും പാട്ടോട്ടെ അല്ലേ? അല്ല വേണ്ട പതുക്കെ വേണ്ട. അതെ, രണ്ടു പേരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രം. അടുക്കളയ്ക്ക് കാണുന്ന പാത്രങ്ങളൊന്നും എടുത്ത് അത് പിന്നെ കുട്ടികൾ യൂസ് ചെയ്യുന്നില്ല. ഇതാ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോയി. നല്ല പാത്രം ഹല്ലേലൂയ സ്തോത്രം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ അപ്പനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടേലും മാറ്റും. അതിനിപ്പോ പ്രത്യേകിച്ച് ഇവിടെ എന്തുണ്ടായി? കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കേതു നേരത്തും, കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കേതു നേരത്തും, കിളവനും കിളവിയും ചലവിലാ പറയും, ഇതെന്തൊരു ശല്യം വയ്യാവേലികൾ, സഹിക്കാൻ പറ്റില്ലേ, ഇതെന്തൊരു ശല്യം വയ്യാവേലികൾ, സഹിക്കാൻ പറ്റില്ലേ. ഓക്കെ, നീ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ അവരെ എങ്ങോട്ട് മാറ്റും? ടൗണിൽ നല്ല ബെസ്റ്റ് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. They will take care. They will take care. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നിങ്ങൾ ഇതും പറഞ്ഞു ഇവിടെ ഇരുന്നോ? നമ്മുടെ മകൾക്ക് അടുത്താഴ്ച ചെറുക്കൻകോഴ്സ് കാണാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ മറന്നോ? ഈ അപ്പച്ചനെ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നു. വരുന്നവര് കേട്ടാൽ നാണക്കേടാ. നോക്കട്ടെ, അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പോകും ഈ കിളവൻ എന്റെ വീട്ടിൽ മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്ന് പോകും ഈ കിളവൻ എന്റെ വീട്ടിൽ അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്ന് ഞാൻ ഫ്രണ്ട്സുമൊത്ത് പാടിയാകുമേ എന്നെനിക്ക് സാധ്യമോ നല്ല നാളുകൾ. അന്ന് ഞാൻ ഫ്രണ്ട്സുമൊത്ത് പാടിയാകുമേ എന്നെനിക്ക് സാധ്യമോ നല്ല നാളുകൾ. ഒരു സ്ഥലം വരെ പോകാം. വൃദ്ധസദനത്തിലേക്കല്ലേ? അതെങ്ങനെയാ അപ്പച്ചന് മനസ്സിലായി? ഞാൻ നിന്റെ അപ്പനല്ലടാ. നീ മനസ്സിൽ കാണുമ്പോൾ ദൈവം അതെനിക്ക് മാനത്ത് കാണിച്ചു തരും. തന്നെയുമല്ല, ഈ പ്രായത്തിലുള്ള മാതാപിതാക്കളെ സാധാരണയായി മക്കൾ വൃദ്ധസദനങ്ങളിലാണല്ലോ താമസിപ്പിക്കുന്നത്. അല്ല പിന്നെ എന്തായാലും ഞങ്ങൾ വരാം. അതിനു മുമ്പ് ഒരു നിമിഷം. ഓളെ ക്ലാരെ, നീ ഇങ്ങ് വന്നേ. പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. സമ്മാനോ? എന്താ അപ്പച്ച? നിങ്ങൾക്ക് പാത്രമല്ലോ. ഇതെല്ലാത്തിനും അപ്പച്ച ഞങ്ങൾക്ക് തരുന്നേ. നിങ്ങൾക്കും രണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ. മനസ്സിലായില്ല. നിങ്ങളും ഞങ്ങളെ പോലെ പ്രായമാണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ ഇതുപോലെ രണ്ട് പാത്രങ്ങൾ തന്നേക്കാം. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് കയ്യിൽ വെച്ചു. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഓർക്കുക, പുറപ്പാട് 20:12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. വാടി കുഞ്ഞമ്മേ, നമുക്ക് പോവാം.